ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഞാൻ വീണ്ടും ഒരു വ്ളോഗായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ബീച്ചിലോട്ടോ പോകുന്നത്. അപ്പോൾ ഈ ബീച്ചിലും സ്വിം ചെയ്യാൻ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ ഞങ്ങൾക്ക്. അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബീച്ചിലേക്കുള്ള വീഡിയോസൊക്കെ ഉണ്ടാവും. അപ്പം ഇതാ ബീച്ചിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് ബ്രദറിനെയും കൂട്ടി. അപ്പം അവനും ഇഷ്ടമാണ് കേട്ടോ ബീച്ചിലൊക്കെ കുളിക്കാനൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടെ ഇതാ പോകുന്നുണ്ട്. പക്ഷേ ഇപ്രാവശ്യം പോകുന്നത് കുറച്ച് ലോങ് ഉണ്ട്. നമ്മളവിടെ നിന്നൊരു 110 അത്രയൊക്കെ കിലോമീറ്റർ വരുന്നുണ്ട്. ഒരു 1.5 ഹവറിൻ്റെ ഉള്ളിൽ നമ്മൾ അവിടെ എത്തും. എന്നുവെച്ചാൽ ഇവിടെ നമ്മൾ കിലോമീറ്റർ എത്ര ഉണ്ടെങ്കിലും നമ്മൾ ഇവിടുത്തെ റോഡിൻ്റെ ഒരു പ്രത്യേകത കൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. 1.5 മണിക്കൂർ കൊണ്ട് തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇതാ പോകുന്ന വഴിക്ക് കുറച്ച് പോയതിനു ശേഷം ഇത് കുറച്ച് എന്താ പറയുക, ഒരു ഹിഡൻ സ്പോട്ട് തന്നെയാണ്. അധികം വണ്ടിയൊന്നുമില്ലാതെ ഞങ്ങൾ പോകുന്ന വഴിക്ക് എപ്പോഴെങ്കിലൊക്കെ ഓരോരോ വണ്ടികളൊക്കെ കാണുന്നുള്ളൂ. അധികവും ഞങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ പോയതാണ്. ഒരു ആരുമില്ലാത്തൊരു ഏരിയ തന്നെയാണ് കേട്ടോ. പോകുന്ന വഴിക്ക് പിന്നെ കുറേ ഒട്ടകങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഇങ്ങനെ കണ്ടു. പിന്നെ ഇതാ നമ്മളിങ്ങനെ പോകുന്നുണ്ട്. നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കി പോകുന്ന സമയത്ത് നമ്മുടെ ഓഫ് റോഡ് കാണിക്കുന്നുണ്ട്, റോഡ് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട്. പക്ഷേ ആ ഒരു റോഡ് സേഫ് അല്ല. പക്ഷെ ഞങ്ങൾ നേരെ റോഡ് കൂടെ തന്നെയാണ് കേട്ടോ പോയത്. അതാണ് സേഫ്. പിന്നെ അത് കുറച്ച് കിലോമീറ്റർ കൂടുതലായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ പോകുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി അതങ്ങ് സെറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ഇതാ ഏകദേശം നമ്മളെ പിന്നെ ബീച്ച് എത്താനായിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചു അധികം ആരും ഉണ്ടാവില്ല ബീച്ചിലെന്ന് വിചാരിച്ചു. പക്ഷേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അത്യാവശ്യം ഫാമിലി ബീച്ചാണ്. അപ്പം ഫാമിലീസ് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് അൽ ഖറേജ് പബ്ലിക് ബീച്ച്. അപ്പോൾ ഇവിടേക്കാട്ടോ ഞങ്ങൾ വന്നത്. അങ്ങനെ ഇതാ ബീച്ചിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ സൈഡിലൊക്കെ ആയിട്ട് പാർക്കൊക്കെ ഉണ്ട് കേട്ടോ കുട്ടിയെ കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ മോൻ അവിടെ നിന്ന് കളിക്കുന്നുണ്ട്. ഓനൊറ്റക്ക് കളിക്കുന്നതാണ്. പിന്നെ വേറെ ആരുമില്ല കളിക്കാൻ. കുട്ടികളൊക്കെ ബീച്ചിൽ നിന്ന് ഇങ്ങനെ കുളിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കുക്ക് ചെയ്യാൻ ഗ്രില്ല് ചെയ്യാനൊക്കെ ഉള്ള സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അത്യാവശ്യം നല്ല കാറ്റുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ലോണം തിര ഇങ്ങനെ അടിക്കുന്നുണ്ട്. നമുക്ക് അധികം ഇങ്ങനെ നീന്താനുള്ളൊരു ഇത് പറ്റുന്നില്ല, തിര അടിക്കുന്നതുകൊണ്ട്. അങ്ങനെ ഇതാ പിന്നെ സ്വിമ്മിങ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഇനിയിപ്പം തിരിച്ചു പോവാണ്. അങ്ങനെ നമ്മൾ തിരിച്ചു പോകുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകണം. നമ്മൾ പോകുന്നത് നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു സ്പോട്ട് തന്നെയാണ്.
നമ്മളവിടെ അധികവും പോയിട്ട് ഫുഡ് കഴിക്കുന്നൊരു സ്പോട്ടാണ്. നമ്മൾ കഴിച്ചില്ലെങ്കിൽ നമ്മളിന്ന് പാർസലെങ്കിലും വാങ്ങിയിട്ട് റൂമിൽ നിന്നെങ്കിലും കഴിക്കും. അങ്ങനത്തെ ഒരു സ്പോട്ടാണ് അൽ ഖാത്തിം. ഇവിടുത്തെ ഒരു റൈസും പിന്നെ ചിക്കൻ അതിലൊക്കെ ഭയങ്കര ടേസ്റ്റാണ്. നമ്മൾ ചിക്കനും മട്ടനും രണ്ടും വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള റൈസാണ് കേട്ടോ. നമുക്ക് കഴിച്ചാൽ പിന്നെയും കഴിക്കണമെന്ന് തോന്നുന്നൊരു പ്രത്യേക ടേസ്റ്റുള്ളൊരു ഫുഡ് തന്നെയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ നമ്മുടെ ഫുഡ് വന്നു. ഇനിയിപ്പം ഫുഡ് കഴിക്കണം. പ്ലേറ്റും കാര്യങ്ങളൊന്നുമില്ല, നമ്മൾ ഇതിൽ തന്നെ ഇങ്ങനെ എല്ലാവരും കൂടെ ഒന്നിച്ചിരുന്നിട്ട് കഴിക്കണം. അങ്ങനെ ഇതാ ബ്രദറിൻ്റെ ലൊക്കേഷൻ എത്തിയിട്ടുണ്ട്. അവൻ അവൻ്റെ മിലിറ്ററിൻ്റെ ബേസിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ തിരിച്ച് റൂമിലേക്ക് പോകണം. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ടാറ്റാ, ബൈ ബൈ.